ഹായ് ഹലോ വെൽക്കം ടു ബുക്ക് ക്യാച്ചർ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരും ഇതുവരെ ചോദിച്ചിരുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഒക്ടോബർ 2023 ബാച്ചിൽ ഭാരതിയാറിന്റെ എക്സാം കഴിഞ്ഞ് പാസ്സായ നമ്മുടെ സ്റ്റുഡൻസിന് ആർക്കും ഇതുവരെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മൾ മുന്നത്തെ വീഡിയോകളിലൊക്കെ പറഞ്ഞിരുന്നു അവരെ കോൺവെക്കേഷൻ പ്രൊസീജിയർ കഴിഞ്ഞാൽ മാത്രമാണ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അത് പോസ്റ്റലൊക്കെ ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ എന്ന്. അപ്പൊ അതിന്റെ കോൺവക്കേഷന്റെ ഡേറ്റ് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഡേറ്റ് ഒന്ന് നിങ്ങളുടെ മുന്നിൽ ഡിക്ലെയർ ചെയ്യുക. അതിനാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ അത് ഡേറ്റ് വരുന്നത് ഒക്ടോബർ 14 അപ്പോൾ ഒക്ടോബർ 14 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒഫീഷ്യലി യൂണിവേഴ്സിറ്റിയിൽ കോൺവക്കേഷൻ ഫംഗ്ഷൻ നടക്കും. അപ്പൊ കുറെ പേർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും, അപ്പൊ ഡിസ്റ്റൻസുകാർക്ക് കോൺവക്കേഷൻ ഉണ്ടോന്ന്. ഡിസ്റ്റൻസുകാർക്ക് കോൺവക്കേഷൻ ഒന്നും ഇല്ല, പക്ഷേ അവിടെ ഒരു റൂൾ ഉണ്ട്. കോൺവക്കേഷൻ റെഗുലർ സ്റ്റുഡൻസിന് കഴിഞ്ഞാൽ മാത്രമാണ് ഡിസ്റ്റൻസിലെ പിള്ളേർക്കും കൂടെ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ എന്ന്. അപ്പോൾ നമ്മുടെ ഇവിടെ കുറേ പിള്ളേർക്ക് ഈ കോൺവക്കേഷൻ തീരുന്നതിന് മുൻപ് തന്നെ നമ്മൾ അപ്ലിക്കേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവർക്ക് കറക്റ്റ് ഒരു 2 ആഴ്ച അല്ലെങ്കിൽ ഒരു അത്ര കഴിയുമ്പോഴത്തേന് സർട്ടിഫിക്കറ്റ് വന്നോളും. ഇനിയിപ്പോൾ കൊടുക്കാനുള്ളവർക്ക് വേണമെങ്കിൽ ഇപ്പം കൊടുക്കാം. അപ്പോൾ കോൺവക്കേഷൻ കഴിഞ്ഞ് ഒരു 20 days ഒക്കെ കഴിയുമ്പോൾ വരും. ഇനി അത് കഴിഞ്ഞ് കോൺവക്കേഷൻ കഴിഞ്ഞിട്ടാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നോർമലി ഒരു 1.5 മാസം പിടിക്കും എന്തായാലും. നമ്മൾ എന്താണ് എല്ലാവരും പറയുന്നത്, എന്താണ് നിങ്ങൾ ഇത്ര എമൗണ്ട് ഒറിജിനലിന് പറയണതെന്ന്. കാരണം നമ്മൾ ഫാസ്റ്റ് ട്രാക്കിന്റെ മാത്രമാണ് അപ്ലിക്കേഷൻ ഇവിടെ ചെയ്യുള്ളൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമുക്ക് ഫാസ്റ്റ് ട്രാക്ക് മോഡിൽ ചെയ്താൽ മാത്രമാണ് നമുക്ക് കുട്ടികൾക്ക് നമ്മൾ സർട്ടിഫിക്കറ്റ് കറക്റ്റ് കിട്ടുന്നതായിട്ട് കണ്ടിട്ടുള്ളൂ. നോർമൽ റേഞ്ചിൽ ചെയ്യുന്നത്, അതായത് സാധാ സൈറ്റിൽ ആദ്യത്തെ ഒരു ഫീസ് സ്ട്രക്ചർ ഒക്കെ ഫോളോ ചെയ്തിട്ട് നോർമൽ മോഡിൽ ചില കുട്ടികൾ സെൽഫായിട്ട് അയക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ അവർക്ക് കുറെ നാളുകളായിട്ടും സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല എന്നുള്ളൊരു ഇഷ്യൂ വന്നിട്ട് നമ്മൾ എൻക്വയറി ചെയ്യുമ്പോൾ ഫാസ്റ്റ് ട്രാക്കിന്റെ എമൗണ്ട് ആ ഒരു എമൗണ്ട് അടയ്ക്കാത്തത് കൊണ്ടാണ് നമുക്കത് വരാത്തതെന്നാണ് നമുക്ക് പലപ്പോഴും റീസൺ ആയിട്ട് നമുക്ക് കണ്ടിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഫാസ്റ്റ് ട്രാക്കിന് യൂണിവേഴ്സിറ്റി മേടിക്കുന്ന ആ ഒരു എമൗണ്ട്, ആ ഒരു ചലാൻ എമൗണ്ട് ആണ് നമ്മൾ ആ എമൗണ്ടിന് മാത്രമാണ് നമ്മൾ ഇവിടെ നിന്ന് സർവീസ് ചെയ്ത് കൊടുക്കാറുള്ളത്. അത് നമ്മൾ അപ്ലിക്കേഷൻ അയച്ചു കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെ പോയാലും ഒരു 2 months കുട്ടികൾക്ക് എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് കിട്ടാറുണ്ട്. അതിലും വേഗത്തിലും കിട്ടും. പക്ഷെ നമ്മൾ എങ്ങനെയായാലും യൂണിവേഴ്സിറ്റി പ്രൊസീജിയർ ആണ്. അപ്പൊ എന്തെങ്കിലും കാരണവശാലൊക്കെ സെക്ഷനിലെ പ്രശ്നങ്ങൾ കാരണം ചിലപ്പോൾ ഡിലേ വരാം. അപ്പൊ നമ്മളൊരു 2 മാസത്തിനുള്ളിൽ കിട്ടുന്നതാണ് സ്റ്റുഡൻസിനെ ഇൻഫോം ചെയ്യാറ്. പക്ഷെ 1 month കഴിയുമ്പോഴത്തേക്കൊക്കെ എന്തായാലും സ്റ്റുഡൻസിന് കിട്ടാറുണ്ട്. നമ്മുടെ എല്ലാ സ്റ്റുഡൻസിനും അത് വേറെ വലിയ ലാഗൊന്നും ഇല്ലാണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ 23 പാസ് ബാച്ചിൽ നമുക്ക് ഒക്ടോബർ 2023 പാസ് ഔട്ട് ആയ എല്ലാവർക്കും ഇപ്പൊ അപ്ലൈ ചെയ്യാം. ഇപ്പൊ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇനി ഇത്രയും ദിവസമുള്ളൂ. 14 എന്ന് പറയുമ്പോൾ ഒരു 1 week മേലെ ഉള്ളൂ. അപ്പൊ അത് കഴിഞ്ഞാൽ അവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ കിട്ടും. അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ചില കുട്ടികൾക്ക് കോൺവെക്കേഷൻ കഴിഞ്ഞിട്ട് ചെയ്താൽ മതി എന്നുള്ള അഭിപ്രായം ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവര് പിന്നെ പറയേണ്ടത്, മുൻപ് പാസ് ഔട്ട് ആയ കുറെ പിള്ളേരാണ് ഇപ്പോഴും ഒറിജിനൽ അപ്ലൈ ചെയ്തിട്ട് കാണില്ല. അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ എല്ലാ വർഷം കോൺവെക്കേഷൻ കഴിയുമ്പോൾ ഇങ്ങനെ ഫൈൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും അത് കുട്ടികൾ മനസ്സിലാക്കാത്ത ഒരു സംഭവമാണ്. നമ്മളുടെ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു കോൺവെക്കേഷൻ കഴിയുമ്പോൾ തന്നെ അപ്ലൈ ചെയ്യുന്നതാണ് അത് വാങ്ങാൻ നോക്കണം. അല്ലാതെ ഇത്തവണ നടക്കുന്നത് 39ാമത്തെ കോൺവെക്കേഷനാണ്. അപ്പൊ 39ാമത്തെ കോൺവെക്കേഷനാണ് നടക്കുന്നത്. ഇതിന് മുൻപ് ഇപ്പൊ 38 നടന്നിട്ട് ഇപ്പൊ അപ്ലൈ ചെയ്യാത്തവരുണ്ട്. അപ്പൊ അതായത് 2022 പാസ് ഔട്ടുകാര്. അതിന് മുന്നേ കഴിഞ്ഞിട്ട് നമുക്കിപ്പോ സ്റ്റുഡൻസ് പലരും സർവീസിനായിട്ട് വിളിക്കുമ്പോ 5 വർഷം മുൻപ് പരീക്ഷ കഴിഞ്ഞ് പാസ് ഔട്ട് ആയ ചെയ്യാത്ത സ്റ്റുഡൻസിന് 2017 വരെ അപ്ലൈ ചെയ്യാത്ത കുട്ടികളുണ്ട് ഇപ്പോഴും. അപ്പൊ എല്ലാവരും ഇനി ഫൈനൽ ഇയറിന്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പാസ് ഔട്ട് ആയിട്ട് ഫൈനൽ സർട്ടിഫിക്കറ്റ്, ഡിഗ്രി ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടാത്തവര് പ്രത്യേകം ശ്രദ്ധിക്കുക. എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക.